ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മളൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. അമ്പലത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. പൂവും കാര്യങ്ങളൊക്കെ മേടിച്ച് നമുക്കിന്ന് അമ്പലത്തിലൊരു പൂജയുണ്ട്. ഇന്നൊരു പ്രത്യേക ദിവസം കൂടെയാണ് കേട്ടോ. ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അമ്മ ദാ കാറിൽ കയറിയപ്പോഴേ ഡ്രൈവിംഗ് സീറ്റ് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞു അമ്പലത്തിലെത്തി. ഗോവിന്ദപുരം ക്ഷേത്രത്തിലാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. ഈ ആറിൻ്റെ തീരത്തുള്ള ഈ അമ്പലം എന്തൊരു ശാന്തമായ അന്തരീക്ഷമാണെന്നറിയോ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പം അച്ഛൻ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് ക്യാമറയിലോട്ട് നോക്കിയാണ് നടന്നതൊക്കെ. ഇന്ന് ഇവിടുത്തെ ദീപാരാധന നമ്മളാണ്. ദാ ഈ കാണുന്ന ചുറ്റുവിളക്കും ഫുള്ള് നമ്മൾ കത്തിക്കണമെന്ന്. അമ്മ എണ്ണയൊഴിക്കലും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയും ഓരോരുത്തരും ഓരോരോ ഏരിയയാണ് കയ്യേറിയൊക്കെ നിന്ന് അച്ഛൻ അകത്തെ വിളക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കി. അങ്ങനെ 6:30 ആയപ്പോഴത്തേനും എന്താ ഇവിടുത്തെ വിളക്കുകളെല്ലാം കത്തിച്ചു. അച്ഛനും അമ്മയും കൂടെ എന്തൊക്കെയോ സംസാരിച്ചാണ് ഈ വിളക്ക് കത്തിക്കുന്നത്. പക്ഷെ ഇത് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. ഇവരെന്താണപ്പോൾ ഇത്ര പറയാനുള്ളത്? എന്തായാലും ഭംഗിയുണ്ടായി. ഈ ഒരു ഫ്രെയിം നല്ലൊരു മെമ്മറി ആയിട്ട് തന്നെ ലൈഫ് ലോങ് ഉണ്ടാവും. എന്തായാലും ഞാനും കുറച്ച് തിരിയും കാര്യങ്ങളും കത്തിക്കാൻ കൂടി. ശരിക്കും ഞാൻ വന്നപ്പോഴത്തേനും തിരി കത്തിച്ചെല്ലാം തീർന്നായിരുന്നു. പിന്നെന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കല്ലേ, ഞാനിന്ന് നിന്നു. അങ്ങനെ അമ്പലത്തിലെ പൂജയും പരിപാടിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അവരെ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളുണ്ടായിരുന്നു എനിക്ക് കൂട്ടിന്. അവരുടെ കൂടെ കുറച്ച് നേരം ഞാനും ഇതിലേക്ക് ഓടി നടന്ന് പിന്നെ വഴിപാടിൻ്റെ പ്രസാദവും കാര്യങ്ങളും ഒക്കെ മേടിച്ച് നേരെ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടുമായിട്ട് കുറച്ച് സംസാരം. ഈശാന്റെ വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് സൈമൻ പറഞ്ഞു. ദൈവം ഇതുവരെ നടത്തി, ഇനിയും മുന്നോട്ട് ദൈവം തുണയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സന്തോഷം. ഷേഖാനോട് ഹാപ്പി ആനിവേഴ്സറി പറ. ഹാപ്പി ആനിവേഴ്സറി. പിന്നെ എൻ്റെ വക ചെറിയൊരു സർപ്രൈസ് പാർട്ടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, ഒരു കേക്കൊക്കെ മുറിച്ച് നമ്മളും കുറച്ച് ബന്ധുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പക്ഷെ പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു കേട്ടോ. നമ്മൾ വൈകുന്നേരമാണ് ഇത് തീരുമാനിച്ചത്. എന്തായാലും അത് കളറായി. ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കും ഷെയർ ചെയ്ത് ഇനി അടുത്തത് ഗിഫ്റ്റിൻ്റെ ടൈമാണ്. അച്ഛൻ്റെ വക അമ്മയ്ക്കൊരു ഗിഫ്റ്റ്. അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരോടും സന്തോഷവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അമ്മ ഗിഫ്റ്റ് നോക്കാൻ വേണ്ടി. അപ്പോഴാണ് ഞാനും അവർക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ സർപ്രൈസ് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. ഉടനെ ഞാനും എടുത്തുണ്ടോ. ഇത് അമ്മയ്ക്കുള്ളത്, ഇത് അച്ഛന്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സിങ് ആണ്. ഈ അൺബോക്സിങ് പരിപാടി ഒരു ഇച്ചിരി പണിയായിരുന്നു കേട്ടോ. ഇത് നീതു ചേച്ചി നമ്മുടെ കുടുംബാംഗം തന്നെയാണ് കേട്ടോ. നമ്മുടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, തിരുവാതിര സ്റ്റുഡൻറ്റുമാണ്. ചേച്ചി കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്നൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ ഗിഫ്റ്റായി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി അൺബോക്സിങ് എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ അച്ഛന് കൊടുത്ത ഗിഫ്റ്റാണ് ആദ്യം തുറക്കാൻ പോകുന്നത്. എന്തായാലും ഈ അമ്മ അത് വലിച്ചു പറിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ തോന്നിയെങ്കിലും പക്ഷേ കുഴപ്പമില്ലാണ്ട് അത് പൊട്ടിച്ചെടുത്ത്. അച്ഛന് ഞാനൊരു വാച്ചാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ആളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വാച്ച് വേണമെന്ന്. എന്തായാലും ആള് ഹാപ്പി. അച്ഛൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഗിഫ്റ്റിനെ കുറിച്ച്. അതിനുശേഷം അമ്മയുടെ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ബാഗാണ് കേട്ടോ. ആൾക്ക് ബാഗും കാര്യങ്ങളുമൊക്കെ കുറച്ച് ക്രേസുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ടീച്ചറൊക്കെ അല്ലേ, ഒരു ബാഗ് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ബാഗും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം അച്ഛൻ പറഞ്ഞു എന്നാൽ എൻ്റെ സാരിയും കൂടെ പൊട്ടിച്ച് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കൊടുത്ത സാരിയും കൂടെ പൊട്ടിച്ചു. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ. പിന്നെ ഫുഡ് കഴിച്ചു, നമ്മളെല്ലാവരും ഓരോന്നോരോന്ന് സംസാരിച്ചു. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വളരെ റെയറാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ നമ്മൾ അങ്ങ് ആഘോഷിച്ചു. എന്തായാലും പരിപാടി കളറായി.